ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു കല്യാണമുണ്ട്. ഞാനും തമ്പിളും മാത്രമാണ് പോകുന്നത്. ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. സ്നേഹേന്ദു പ്ലസ് ടുവിൽ കൂടെ പഠിച്ചതാണ്. അവിടെ ഇച്ചിരി ലേറ്റായിട്ട് തന്നെയാണ് ഇന്ന് ഇപ്രാവശ്യവും എത്തിയിട്ടുള്ളത്. അനിയനാണ് കൊണ്ടാക്കിയത്. ബൈക്കിലാണ് വന്നത്. അപ്പോൾ തലമുടിയെല്ലാം സെറ്റ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സിനെ പുറത്ത് വിളിച്ച് വരുത്തിയതാണ് സംഭവം കാണുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഇത്രയും ഒരു 3 വർഷമൊക്കെ അടുപ്പിച്ചാവും. 3 ഒരു 2 വർഷം. എൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോഴാണെന്ന് തോന്നുന്നു നേരിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾ ആ പ്ലസ് ടുവിൽ ആ ഒരു സംസാരവും ആരും ഒന്നും മാറിയിട്ടില്ല. ഇതാണ് നമ്മളെ ചെക്കനും പെണ്ണും. അപ്പോൾ ഇവരുടെ ലവ് സ്റ്റോറി എന്ന് വെച്ചാൽ 12 വർഷത്തെ കാത്തിരിപ്പാണ്. 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനൊരു മൊമെൻ്റ് അവർക്ക് ഉണ്ടായത്. അപ്പോൾ കെട്ടുമെന്ന് ആറ്റിയാലായിരുന്നു. അത് കഴിഞ്ഞ് കോവളത്ത് ഒരു ഓഡിറ്റോറിയം, ദീപ ഓഡിറ്റോറിയം എന്ന് പറയുക, ആ ഓഡിറ്റോറിയത്തിലാണ് ബാക്കി ഫംഗ്ഷൻ ചടങ്ങ് കാര്യങ്ങളെല്ലാം. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു. ഫോട്ടോയൊക്കെ എടുത്ത് തിരിഞ്ഞ് പിന്നെ നമ്മൾ എന്താണ് പോയി കഴിക്കുക, അത് തന്നെയാണ് നമ്മൾ ചെയ്തത്. പോയി കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നു. വെയിറ്റിംഗ് ആണ് കഴിക്കാൻ വേണ്ടി. അപ്പോഴേ തമ്പുടുവിന് പിണക്കവും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ കയറി നിൽക്കുകയാണ് ചെയ്ത. പിന്നെ നമ്മൾ ബാക്കിൽ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട്സിലൊരാൾ പ്രഗ്നൻറ്റും കൂടിയായിരുന്നു. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ തള്ളി കയറേണ്ടതെന്ന് വെച്ച് ബാക്കിലൊന്ന് പോയി നോക്കിയപ്പം ബാക്ക് വഴി നമുക്ക് കയറാൻ പറ്റി. അങ്ങനെ നമ്മൾ ബാക്ക് വഴി ഇരുന്ന് തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് പോകേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഇരുന്ന് തമ്പുടുവിനെയും വെച്ചും കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് സദ്യ കഴിക്കാൻ വേണ്ടിയിരിക്കുന്നത്. മറ്റേത് അമ്മയുടെ കയ്യിലോ ആരെങ്കിലും കയ്യിൽ ഞാൻ കൊടുത്തിട്ടാണ് കഴിക്കാതിരിക്കുന്നത്. കുഴപ്പമില്ലായിരുന്നു, അവൾക്ക് പിണക്കവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മളെ മെയിൻ ഐറ്റം ഫോട്ടോ എടുക്കൽ. ഫോട്ടോ എടുത്തെടുത്ത് ആർക്കും ശരിയാകത്തില്ലല്ലോ ഫോട്ടോ എടുക്കുന്നത്. ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരാൾ ശരിയാകും, അടുത്ത ഫോട്ടോ എടുക്കുമ്പോൾ വേറൊരാൾ ശരിയാവില്ല. അങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ പഴയ ഗ്രൂപ്പിനെ ഡിലീറ്റ് ചെയ്ത് പഴയ ഗ്രൂപ്പിനെ മാറ്റിയിട്ട് പുതിയത് റീയൂണിയൻ പോലെ പുതിയത് തുടങ്ങിയിട്ടുണ്ട്. അതിന് എത്ര നാളാണെന്ന് നമുക്കറിയത്തില്ല. പ്ലാൻ ചെയ്യുകയാണ്. ഇപ്പോഴത്തെയും പോലെ പ്ലാനിങ് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ കയറി നോക്കുക.